കഴിഞ്ഞ ദിവസം തൊട്ട് വീഡിയോയ്ക്ക് വന്ന കമൻ്റാണ് ഇത്. ആദ്യം കണ്ടപ്പോൾ ഞാൻ കരുതി എന്താണാവോ ഇത് മറുപടി കൊടുക്കേണ്ടത് എന്ന് ഞാൻ കരുതിയിട്ട് ഞാൻ ആദ്യമായിട്ട് മെസ്സേജ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ചോദിക്കാൻ കാരണം അത് പറഞ്ഞാൽ റിപ്ലൈ തരാൻ പറ്റൂ എന്നുള്ളതായിരുന്നു ഞാൻ ആദ്യമായിട്ട് റിപ്ലൈ. പക്ഷെ ഞാൻ ആ റിപ്ലൈ മാറ്റി. കാരണം ഇതിനുള്ള മറുപടി ഞാൻ ഓൾറെഡി എൻ്റെ ഏറ്റവും ആദ്യത്തെ ബലിയർപ്പണ സമയത്ത് ഒരുപക്ഷെ നിങ്ങളെല്ലാവരും കേട്ടിട്ടുള്ള കണ്ടിട്ടുള്ള ആ നന്ദി പറഞ്ഞ വീഡിയോയുടെ സമയത്ത് തന്നെ ഇതിനുള്ള മറുപടി ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിനുള്ള മറുപടി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അറിഞ്ഞോ അറിയാതെയോ ആണെങ്കിലും ഏതൊരു പുരോഹിതനും മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് എന്നിലൂടെ ഒരു ദൈവം പറയിപ്പിച്ചതായിരിക്കാം. അത് ഞാൻ അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു മറുപടി ഞാൻ ഈ വീഡിയോയുടെ കൂടെ ചേർക്കുകയാണ്. ഇതാണ് താങ്കളോട് എനിക്ക് പറയാനായിട്ടുള്ളത്. പുരോഹിതത്തെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ പെട്ടെന്ന് ഈ ഒരു നന്ദി പറയുന്നതിനെ കുറിച്ച് ചിന്തിച്ചപ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് വന്ന ഒരു ചിന്ത, ഓരോ പൗരോഹിത്യവും പുരോഹിതനും ദൈവത്തിൻ്റെ വിജയമാണ് എന്നുള്ളതാണ്. ഓരോ പൗരോഹിത്യവും പുരോഹിതനും ദൈവത്തിൻ്റെ വിജയമാണ്, ദൈവത്തിൻ്റെ പ്രതീക്ഷയാണ്, പ്രത്യാശയാണ്. യാതൊരു യോഗ്യതയുമില്ലാത്ത, ഒത്തിരി കുറവുകളും ബലഹീനതകളും പോരായ്മകളുമുള്ള ഒരു വ്യക്തിയെ യാതൊരു മുൻകൂർ ജാമ്യവും വാങ്ങാതെ ഞാൻ ഇപ്രകാരം ജീവിച്ചു കൊള്ളാമെന്നുള്ള ഒരു വാഗ്ദാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ വലിയൊരു ഉത്തരവാദിത്വം ദൈവം ഏൽപ്പിക്കുകയാണ്. ദൈവത്തിൻ്റെ വിശ്വാസവും പ്രതീക്ഷയുമാണ് ഓരോ പുരോഹിതനും ഓരോ പൗരോഹിത്യവും. അതുകൊണ്ട് തന്നെ കുറവുകളും ബലഹീനതകളും പോരായ്മകളും ഉണ്ടായിട്ടും നാളിതുവരെയും കാത്തു പാലിക്കുകയും ഈ ദൈവവിളിയിൽ അടിയുറച്ച് വളരുവാൻ എന്നെ പ്രചോദിപ്പിക്കുകയും ചെയ്ത ദൈവത്തിനുള്ളതാണ് ആദ്യമേയുള്ള എൻ്റെ കൃതജ്ഞതാ സമർപ്പണം. ഇന്ന് ഇതിനെല്ലാത്തിനും ശേഷം നമുക്കെല്ലാവർക്കും എൻ്റെ പൗരോഹിത്യത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഒരു കാർഡ് കിട്ടും. അപ്പം അതിൻ്റെ പിറകിൽ ഒരു കാര്യം എഴുതിയിട്ടുണ്ട്: പാഴാകാത്ത, പരാജയമാകാത്ത പൗരോഹിത്യം ജീവിക്കുവാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന്. പ്രാർത്ഥിക്കണം നിങ്ങളെല്ലാവരും. ഇവിടെയുള്ള എനിക്ക് വേണ്ടി മാത്രമല്ല, ഇവിടെയുള്ള എല്ലാ പുരോഹിതർക്കും വേണ്ടി. ദൈവത്തിൻ്റെ വിജയമാണ് ഓരോ പുരോഹിതനും പൗരോഹിത്യവും. ദൈവത്തിൻ്റെ പരാജയമാണ് ഓരോ പുരോഹിതൻ്റെയും പൗരോഹിത്യത്തിലെയും വീഴ്ച. ഒരു പുരോഹിതനും ഇനിയുള്ള നാളുകളിൽ പരാജയപ്പെടരുത്. ഒരു പൗരോഹിത്യവും ഇനിയുള്ള നാളുകളിൽ ചാനൽ ചർച്ചകൾക്കോ മറ്റുള്ളവരുടെ സഭാ ചർച്ചകളിലോ പുച്ഛത്തോടുകൂടി കാണപ്പെടരുത്, കളിയാക്കപ്പെടരുത്. അതിന് നിങ്ങളുടെ പ്രാർത്ഥന അത്രയേറെ ആവശ്യമാണ്. ഒരു വൈദികനും, ഞാനെന്നല്ല ഒരു വൈദികനും ഞങ്ങളുടെ ഒരു കഴിവ് കൊണ്ടോ യോഗ്യത കൊണ്ടോ അർഹത കൊണ്ടോ നേടിയെടുത്ത ഒരു സംഭവമല്ല വൈദിക പട്ടം, തിരുപ്പട്ടം എന്ന് പറയുന്നത്. ഇത് ദൈവം ഒരു കൃപയായി, ഒരു ദാനമായി ഞങ്ങൾക്ക് നൽകിയിട്ടുള്ളതാണ്. പക്ഷേ ചില സാഹചര്യങ്ങളിൽ ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഇതൊരു ദാനമാണെന്നുള്ളൊരു ചിന്തയിൽ ഞങ്ങൾ എപ്പോഴൊക്കെ വഴിമാറി പോകുമ്പോഴാണ് ഞങ്ങളുടെ ഭാഗത്തു നിന്നൊക്കെ തെറ്റുകളുണ്ടാകുന്നത്. പക്ഷേ യാഥാർത്ഥ്യം ഇതാണ്: ഞങ്ങളാരും ഞങ്ങളുടെ കഴിവ് കൊണ്ട് നേടിയെടുക്കാൻ തക്ക രീതിയിൽ ഒരു അർഹതയും ഞങ്ങൾക്കില്ല. ഞങ്ങളെ ദൈവം ഇഷ്ടപ്പെട്ടു, ദൈവം തന്നു, അത്രയേ ഉള്ളൂ. അത് ഭംഗിയെ കൊണ്ടുപോകുക എന്നുള്ള ഉത്തരവാദിത്വം ഞങ്ങൾക്കുണ്ട്. അത് ഞങ്ങൾ പരിശ്രമിക്കുന്നു, അത്രയേ ഉള്ളൂ. പിന്നെ എന്തുകൊണ്ടാണെന്ന് അറിയില്ല, ഞാൻ താങ്കളുടെ അക്കൗണ്ടൊന്ന് കയറി നോക്കിയപ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റ് അനുഭാവിയാണെന്ന് എനിക്ക് മനസ്സിലായി. ഈയിടെയായിട്ട് എനിക്ക് കുറേയേറെ മെസ്സേജുകൾ വരുന്നുണ്ട് കമ്മ്യൂണിസ്റ്റ് അനുഭാവികളുടെ അടുത്തു നിന്ന്. പ്രശ്നമൊന്നുമില്ല, ഞാനിട്ട് ഏതോ ഒരു വീഡിയോ ഒരു പക്ഷേ നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടില്ല, അതിൻ്റെ ഒരു അടിസ്ഥാനത്തിലായിരിക്കും നിങ്ങൾ ഒരു പക്ഷേ എനിക്കിങ്ങനെ മെസ്സേജുകൾ ഇടുന്നത്, ഇതുപോലെ കമൻറ്റ് ചെയ്യുന്നതൊക്കെ. കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഞാൻ ചിന്തിച്ചത്രേ ഉള്ളൂ, ഒരു 1000-2000 പേരെ കാണുന്ന എൻ്റെ വീഡിയോയ്ക്ക് ഇതാണ് കമൻറ്റുകളും ഇതൊക്കെ വരുന്നതെങ്കിൽ ഇതിനെക്കുറിച്ച് നിരന്തരം വിമർശിക്കുന്ന ആൾക്കാർക്ക് നിങ്ങൾ എന്തെല്ലാം മെസ്സേജുകൾ അയക്കുന്നുണ്ടാവും. എന്തോ ആയിക്കോട്ടെ, അതൊരു വാൽക്കഷ്ണമായി ഞാൻ ചേർത്തു എന്ന് മാത്രം. ദൈവം അനുഗ്രഹിക്കട്ടെ.